ബഡ്ജറ്റ് സമ്മേളനത്തിൽ ആകെ നടന്നത് 26 യോഗങ്ങൾ, പാസ്സായത് 16 ബില്ലുകളാണ്. അതിലൊരു ബില്ല് മാത്രമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ച റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെ 16 ബില്ലുകളാണ് പാസ്സായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച ഏപ്രിൽ 4 അവസാനിച്ച ബഡ്ജറ്റ് സമ്മേളനം ജനുവരി 31 ആരംഭിച്ചത്. എന്നിട്ട് ഏപ്രിൽ 4 അത് അവസാനിക്കുകയും ചെയ്തു. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ബഡ്ജറ്റ് സമ്മേളനത്തിൽ ലോക്സഭയുടെ ഉൽപാദനക്ഷമത 118% എന്നുള്ളതാണ്. രാജ്യസഭയുടേത് 119% എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് അത് അതിഗംഭീരമായി ബില്ല് നിയമനിർമ്മാണത്തിന് വേണ്ടിയും കൃത്യമായി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അവിടെ സകല ആൾക്കാരും സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കൃത്യമായി പാർലമെന്റിലെത്തി ചർച്ചകൾ നടത്തുന്നു. അത് പ്രധാനമായും വഖഫ് മറ്റ് 16 ബില്ലുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ബഡ്ജറ്റ് സമ്മേളനം അവസാനിച്ചതിന് ശേഷം കിരൺ റിജിജു ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഈ വാർത്താ സമ്മേളനത്തിൽ നിയമനീതി വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ, വാർത്താ വിതരണ പ്രക്ഷേപ പാർലമെന്ററി കാര്യ സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ പങ്കെടുത്തു. അവരാണ് ഇക്കാര്യം പറഞ്ഞത്. ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെ 9 യോഗങ്ങൾ നടന്നതായി പറയുന്നു. സെഷന്റെ രണ്ടാം പകുതിയിൽ ഇരുസഭകളുടെയും 17 യോഗങ്ങൾ നടന്നു. ബഡ്ജറ്റ് സമ്മേളനത്തിൽ ആകെ 26 യോഗങ്ങൾ അങ്ങനെ മൊത്തത്തിൽ നടന്നിട്ടുണ്ട്. ഈ വർഷത്തെ ആദ്യ സമ്മേളനമായതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 87(1) അനുസരിച്ച് ജനുവരി 31 രാഷ്ട്രപതി പാർലമെന്റിനെ ഇരുസഭകളെയും അഭിസംബോധനയും ചെയ്തിരുന്നു. എന്തായാലും 173 അംഗങ്ങളാണ് മൊത്തത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം റാംവീർ സിംഗ് ബിദുടി അവതരിപ്പിക്കുകയും രവിശങ്കർ പ്രസാദ് പിന്താങ്ങുകയും ചെയ്തു. ലോക്സഭയിൽ അതിനായി 12 മണിക്കൂർ അനുവദിച്ചു. പക്ഷേ ചർച്ച 17 മണിക്കൂറും 23 മിനിറ്റും നീന്നു. ഈ ചർച്ചയിൽ 173 അംഗങ്ങളാണ് പങ്കെടുത്തത്. ഇനി രാജ്യസഭയിൽ 18 മണിക്കൂറാണ് ചർച്ച നടന്നത്. രാജ്യസഭയിൽ കിരൺ ചൗധരി നന്ദി പ്രമേയം അവതരിപ്പിച്ചു. നീരജ് ശേഖർ അതിനെ പിന്താങ്ങി. ഈ നിർദ്ദേശത്തിന് രാജ്യസഭയിൽ 15 മണിക്കൂർ സമയം അനുവദിച്ചു. ഇത് ചർച്ചയ്ക്കിടെ 21 മണിക്കൂറും 46 മിനിറ്റുമായി വർദ്ധിച്ചു. ഈ ചർച്ചയിൽ 73 അംഗങ്ങളാണ് പങ്കെടുത്തത്. ഇതിൽ വഖഫ് ബില്ല് തന്നെയാണ് പാസ്സായ ഏറ്റവും വലിയ ബില്ല് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ബഡ്ജറ്റ് സമ്മേളനത്തിൽ ത്രിഭുവൻ സഹകരണ സർവകലാശാല ബിൽ 2025 പാസ്സായിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വിദ്യാഭ്യാസം, പരിശീലനം, ശേഷി വികസനം എന്നിവ നൽകുന്നതിനൊപ്പം അനുബന്ധ മേഖലകളിലെ ഗവേഷണം, വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ സർവകലാശാല സഹായിക്കും. സർവകലാശാല ബിരുദ പ്രോഗ്രാമുകൾ, വിദൂര വിദ്യാഭ്യാസം എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ പാസ്സായ മറ്റ് സുപ്രധാനമായ ബില്ലെന്ന് പറയുന്നത് കുടിയേറ്റ വിദേശി ബില്ലാണ്. അതൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ് വഖഫ് ബില്ല് പോലെ. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ഇനി അതിക്രമിച്ച് കയറുന്ന ആൾക്കാർക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ പിഴയും തടവും കൂട്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഈ കുടിയേറ്റ ബില്ലെന്ന് പറയുന്നത്. രാജ്യത്തെ ബംഗ്ലാദേശികളുടെയൊക്കെ കാര്യം കട്ടപ്പുകയാകുന്ന ഒരു ബില്ലാണത്. രണ്ടാമത് ബാങ്കിംഗ് നിയമങ്ങൾ ഭേദഗതി ബില്ല് 2025 അങ്ങനെ ഒരു ബില്ലും പാസ്സായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.